വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്പർ പ്ലേയുടെ സെക്കൻഡ് പാർട്ടാണ്. അതായത് ക്ലാസ് 6 മാത്സിൻ്റെ തേർഡ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട്. നമ്മൾ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. നമുക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളത് കണ്ടതിന് ശേഷം ഇത് കാണുകയാണേ. പാറ്റേൺ ഇൻ നമ്പേഴ്സ് ഓൺ നമ്പർ ലൈൻ. ഒരു നമ്പർ ലൈനിൽ എങ്ങനെയാണ് പാറ്റേൺസ് ഇടുന്നത് എന്നാണ് നോക്കുന്നത്. നമ്മൾ പാറ്റേൺസിനെ കുറിച്ചൊക്കെ നേരത്തെ പഠിച്ചതാണ്, അത് ഓർത്തോണേ. വി ആർ ക്വൈറ്റ് ഫെമിലിയർ വിത്ത് ദ നമ്പർ ലൈൻ നൗ. ലെറ്റ് us see if we can place some numbers in their appropriate positions on the number line. Here are the numbers: 2180, 2754, 1500, 3600, 9950, 9590, 1050, then 3050, 5030, 5300 and 8400. ഇത്രയും നമ്പേഴ്സാണ്. നമ്മൾ നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇതുപോലെ ഒരു ലൈനിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. 2 ലൈൻസ് ആൻഡ് ആംഗിൾസ് പഠിച്ചതാണ്. നമ്മൾ 2 ലൈനിലും ഇങ്ങനെ ആരോ കൊടുക്കണം. 2 സൈഡിലേക്ക് അത് നീട്ടാൻ പറ്റുന്നതാണ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഒരു ലൈൻ വരയ്ക്കുക. വരച്ച ശേഷം ഈക്വൽ ഡിസ്റ്റൻസിൽ ഇതുപോലെ വരകളിടുക. കണ്ടോ, ഇവിടെ ഈക്വൽ ഡിസ്റ്റൻസിൽ വരകൾ ഇട്ടേക്കുവാണ്. ഇതിനിടയ്ക്ക് ഈ ഒരു ചെറിയ വര ഇട്ടിട്ടുണ്ട്. ഈ വലിയ വര നോക്കുക. ഇതാ ഇതൊരെണ്ണം, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇങ്ങനെ 10 ഭാഗത്ത് ഈക്വലി ഡിസ്റ്റൻസ് ആയിട്ടുള്ളത് ഒരേപോലെ തമ്മിലുള്ള ദൂരം ഒരുപോലെ ആക്കി ഇടുക. ഇനി നമുക്ക് നോക്കി തന്നിരിക്കുന്ന നമ്പർ എവിടെ വരെയാണെന്ന് നോക്കണം. 1000 ഉണ്ട് അല്ലേ, 1000, 1500 ഉണ്ട്, 1050 ഉണ്ട്. അപ്പം നമുക്ക് 1000 മുതൽ നോക്കാം. എവിടെ വരെ ഉണ്ട്? 9000 വരെ ഉണ്ട് അല്ലേ, 9950 വരെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളപ്പോൾ 1000 മുതലാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ ലൈനിൽ നമ്മൾ 1000 എന്ന് എടുത്താൽ നോക്കിയാൽ സെക്കൻഡ് ലൈൻ 2000, തേർഡ് 3000, 4000, 5000, 6000, 7000 എന്ന് നമ്മൾ അടയാളപ്പെടുത്തി. ഇതിനകത്ത് ഓരോ നമ്പേഴ്സും നമുക്ക് അടയാളപ്പെടുത്താണ്ടല്ലേ. ഇതിനകത്ത് നോക്കിയേ 2180 എന്ന് പറയുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ 2754 ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിനി ഇതിപ്പം നമുക്ക് ഈ ഒരു നമ്പർ ലൈൻ എന്ന് പറയുന്നത് മൊത്തം ഈ ഒരു നമ്പേഴ്സ് മൊത്തം അടയാളപ്പെടുത്തിയിട്ടില്ല. ഇതല്ലാതെ നമുക്ക് ഏകദേശം ഒരു രൂപം പറഞ്ഞിരിക്കുവാണേ. പക്ഷെ നമ്മൾ നമ്പർ ലൈനിലേക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പം കറക്റ്റായിട്ട് തന്നിരിക്കുന്ന നമ്പേഴ്സ് അതിലേക്ക് ആഡപ്പ് ചെയ്യണം കേട്ടോ. ഇത് ഏകദേശം ഒരു രൂപമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ഇപ്പോൾ 2 അവർ തന്നിരിക്കുന്നുണ്ട്. ഇനി നോക്കിയാൽ ഈ 2 നമ്പേഴ്സ് നമുക്കൊന്ന് നോക്കാം. 9915, 9590. ഇപ്പം 9000 ഇത് 10000 ഇത്. അപ്പോൾ ഇതിനിടയ്ക്കായിട്ടാണ് വരേണ്ടത് അല്ലേ. 9500 ആണ്. അപ്പോൾ ഇടയ്ക്ക് കറക്റ്റ് സെൻറ്ററിൽ വരുന്ന 9500 ആണ്. അപ്പോൾ ഏകദേശം ഇതിനോട് ചേർന്നാണ്, ഈ ഒരു ഭാഗത്തോട് ചേർന്നാണ് നമുക്ക് എന്ത് വരുന്നത്, 9590 വരുന്നത്. ഇനി 9950 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ, അതായത് നമ്മുടെ 10000 ചേർന്നാണ് വരുന്നത്. ഏകദേശം എന്ന് പറയുന്നത് ഈ 9950 എന്ന് പറയുന്നത് ഈ 10000 ചേർന്നിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നോക്കിയാൽ കുറേ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഫിഗർ ഇറ്റ് ഔട്ട്. ഐഡൻറ്റിഫൈ ദ നമ്പേഴ്സ് മാർക്കഡ് ഓൺ ദ നമ്പർ ലൈൻ ബിലോ ആൻഡ് ലേബിൾ ദ റിമൈനിങ് പൊസിഷൻസ്. അതായത് ഇവിടെ 2 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് ബാക്കിയുള്ള ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഏറ്റവും എളുപ്പമായിരുന്നാലും ഇപ്പോൾ 2010, 2020 ഇതിനിടയ്ക്ക് എത്ര ആയിരിക്കും വരുന്നതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. യെസ്,
2000 എത്രയായിരിക്കും വരുന്നത്? 15 അല്ലേ? അപ്പോൾ ഇത് 10, 15, 20 അല്ലേ? അപ്പോൾ ഇതിൻ്റെ പുറകോട്ട് നമുക്ക് അങ്ങനെ കാണാം. അപ്പോൾ ഇത് 5 അല്ലേ വ്യത്യാസം വന്നേക്കുന്നത്. ഇപ്പോൾ 2010 ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് എത്ര വരും? 2005 വരും. അതിനടുത്തത് 2000 വരും. അങ്ങനെ നമുക്ക് ഓരോന്നും ഇത് കണ്ടുപിടിക്കണം. ഇനി അതുപോലെ തന്നെ ഇത് നോക്കിക്കേ. 9996, 9997. അപ്പോൾ ഇതെല്ലാം ഓരോ നമ്പരും. അപ്പോൾ അടുത്ത ഏതായിരിക്കും വരുന്നത്? 9998. അപ്പോൾ അടുത്ത ഇവിടെ എന്തുമായിരിക്കും വരുന്നത്? ഇതിനെക്കാട്ടിൽ ഒന്ന് കുറവല്ലേ? ഇപ്പോൾ 9996 എന്നുള്ളത് 95 വരുന്നത്. അപ്പം 995 എന്ന് വരും അല്ലേ? ഒരു ഡിജിറ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്നത്. അടുത്തത് നോക്കി എങ്ങനെ വരുന്നതെന്ന്. ഇവിടെ 15,077, ഇവിടെ 78. അപ്പോൾ ഇവിടെ എത്ര വരും? 15,079. അടുത്തത് എത്ര വരും? 80 അല്ലേ? അപ്പോൾ അങ്ങനെ ഇവിടെ 83 വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 84, 85, 86. അതായത് 15,000 കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സാണ് പറഞ്ഞത് കേട്ടോ. അടുത്തത് നോക്കി, 2 നമ്പർ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 86,705, 87,007. നോക്കി, ഇവിടെ 1000ൻ്റെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. ഇത് തമ്മിൽ 1000ൻ്റെ വ്യത്യാസം. അപ്പോൾ 87. അപ്പോൾ അതിന് അടുത്ത എത്ര ആയിരിക്കും? 88,705 എന്നാണ് അടുത്തത് വരുന്നത്. അതിനടുത്തതോ 89,705 എന്ന് വരും. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. പുട്ട് എ സർക്കിൾ അറൗണ്ട് ദ സ്മോളസ്റ്റ് നമ്പർ ആൻഡ് എ ബോക്സ് അറൗണ്ട് ദ ലാർജസ്റ്റ് നമ്പർ. അപ്പോൾ ഈ സീക്വൻസ് നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടുപിടിച്ചില്ലേ, ഈ നമ്പറിൽ ഏറ്റവും ചെറിയ സംഖ്യയ്ക്ക് സർക്കിൾ ചെയ്യുക, വലിയ സംഖ്യയ്ക്ക് എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അടുത്ത നമുക്ക് നോക്കാം. പ്ലേയിങ് വിത്ത് ഡിജിറ്റ്സ്. We can start writing the numbers from 1, 2, 3 and so on. There are 9 one-digit numbers. അതായത് നമ്മൾ 1 മുതലാണ് എടുക്കുന്നത്. പക്ഷേ 0 മുതലാണെങ്കിൽ ഒരു ഡിജിറ്റ് കൂടെ വരും. പക്ഷേ 0 നമ്മൾ യൂസ് ചെയ്യുന്നില്ല. 1 മുതലാണ് എടുക്കുന്നത്. 1 മുതൽ എടുക്കുമ്പോൾ 9 നമ്പേഴ്സാണ് 1 ഡിജിറ്റ് നമ്പർ ഉള്ളത്. അങ്ങനെ തന്നെ 2 ഡിജിറ്റ് നമ്പർ 90 ആണുള്ളത്. 3 ഡിജിറ്റ് നമ്പർ, അപ്പോൾ ഇത് ഈ 2 ഡിജിറ്റ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് അറിയുമ്പോൾ, ഈ 2 ഡിജിറ്റ് എന്ന് പറഞ്ഞപ്പോൾ 9 വരെ, 1 to 9 വരെ സിംഗിൾ ഡിജിറ്റാണ്. 10 മുതൽ 99 വരെ ഉണ്ട്. 10 മുതൽ 99 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് അറിയുമ്പോൾ 90 നമ്പേഴ്സ് ഉണ്ട്. 90 നമ്പേഴ്സ്. ഇനി 3 ഡിജിറ്റ് നമ്പർ, 3 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 100 ആണ് വരുന്നത് അല്ലേ? 100 മുതൽ 999 വരെ ഇത്രയും നമ്പേഴ്സ്, അതായത് 100, 101, 102 അങ്ങനെ 999 വരെ എണ്ണുമ്പോൾ എത്ര നമ്പേഴ്സാണെന്നറിയാമോ? 900 ആണ് വരുന്നത്. അപ്പോൾ ഇത് 90, ഇത് 9, ഇത് 90, ഇത് 900. 4 ഡിജിറ്റ് വരുമ്പോഴത്തേക്ക് ഒരു 0 കൂടെ കൂടും. 5 ഡിജിറ്റ് വരുമ്പോൾ വീണ്ടും ഒരു 0 കൂടി കൂടും. അപ്പോൾ അത്രയും നമ്പേഴ്സാണ് ഉള്ളത് കേട്ടോ. In digit sum of numbers, Komal observed that when she add up digits certain numbers, the sum is the same. ചില നമ്പേഴ്സിൻ്റെ ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ സം ഒരുപോലെ വരുന്നു. നോക്കി, ഇവിടെ 68 എന്നുള്ളത് 6 + 8 14 വന്നേക്കുന്നത്. അതുപോലെ 176, അതിൽ 1 + 7 + 6 ഡിജിറ്റ്സ് ആണ് ആഡ് ചെയ്യുന്നത് കേട്ടോ, സംഖ്യകൾ 14. ദെൻ 5 + 4 + 5 14. അപ്പോൾ ഈ 14 എന്ന് പറയുന്ന നമ്പർ പല നമ്പേഴ്സിൻ്റെ ഡിജിറ്റ് ആഡ് ചെയ്താലും നമുക്ക് കിട്ടും. ഇനിയും ഈ 14 കിട്ടത്തക്ക വേറെ പല നമ്പേഴ്സും ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നോക്കിയേ, 59, 77, 86, 95, 149, 257, 653. അതും 14 ആണ്. അതായത് 6 + 5 + 3 14 ആണ് വരുന്നത്. അങ്ങനെ ഓരോന്നും ഡിജിറ്റ്സ് ആഡ് ചെയ്തിരിക്കുന്ന 14 കിട്ടത്തക്ക പോലെ ആഡ് ചെയ്തിരിക്കുന്ന നമ്പേഴ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി 59 ആണ് നമുക്ക് ഏറ്റവും
സ്മോളസ്റ്റ് ആയിട്ട് ഇതിനകത്ത് ഉള്ളത്, അതായത് 14 കിട്ടുന്ന സ്മോളസ്റ്റ്. ബിഗ്ഗസ്റ്റ് ഏതാണ് വന്നിരിക്കുന്നത്? നോക്കി ഡിജിറ്റ് സം ഇതിപ്പം ഇത്ര 653 വരെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇവിടെ നോക്കി 95,000 ആണ്. 95,000 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയുമോ? 9 + 5 + 5 ഡിജിറ്റ് ആണേ. 0 + 0 + 0 5 ഡിജിറ്റ് ആണ്. ആഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 14. കണ്ടോ? And we can form a infinitely big number with using 14 just as adding the zeros to the number. തന്നിരിക്കുന്ന നമ്പറിൻ്റെ കൂടെ സീറോസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിഗ്ഗസ്റ്റ് നമ്പർ, എത്ര വലിയ ബിഗ്ഗസ്റ്റ് നമ്പർ ആണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇനിയും എന്താ പറയുക, ഫൈൻഡ് ഔട്ട് ദ ഡിജിറ്റ് സം ഓഫ് ഓൾ നമ്പേഴ്സ് ഫ്രം 40 to 70. അതായത് 40 മുതൽ 70 വരെയുള്ള സംഖ്യകളുടെ ഡിജിറ്റ്സ് ആഡ് ചെയ്യാൻ. അപ്പോൾ 40 എന്ന് പറയുമ്പോൾ എത്ര? 4 + 0 4 41. 41 എന്ന് പറയുമ്പോൾ 4 + 1 5. അങ്ങനെ ഓരോന്നും നമ്മൾ 70 വരെയാണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇത് 40 മുതൽ 50 വരെ, ഇത് 51 മുതൽ 60 വരെ, ഇത് 61 മുതൽ 70 വരെ. അപ്പോൾ എല്ലാ സംഖ്യകളും 70 വരെയുള്ള എല്ലാ സംഖ്യകളും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ഡിജിറ്റ്സ് ആഡ് ചെയ്ത് അതിന് എത്ര നമ്പേഴ്സാണ്, അതായത് ഏതൊക്കെ നമ്പേഴ്സാണ് വരുന്നത്, അതായത് 4 5 6 7 8 9 10 11 12 13. കണ്ടോ? ഇത് ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോഴാണ്. കണ്ടോ? 5 6 7 8 9 10 11 12 13 14 6. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് കാൽക്കുലേറ്റ് ദ ഡിജിറ്റ്സ് സം ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ് ഹൂസ് ഡിജിറ്റ്സ് ആർ കോൺസിക്യൂട്ടീവ്, അതായത് അടുത്തടുത്ത് വരുന്നത്. ഫോർ എക്സാമ്പിൾ 3 4 5 3, അതിനടുത്ത നമ്പർ 4 5. ഇങ്ങനെ വരുന്ന സംഖ്യകളുടെ ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത് നോക്കാം. ഇപ്പോൾ 1 2 3 2 3 4 3 4 5 4 5 6 5 6 7 6 7, അതായത് 1 കഴിഞ്ഞ് 2 3 2 കഴിഞ്ഞ് 3 4 3 കഴിഞ്ഞ് 4 5. അങ്ങനെ അടുപ്പിച്ച് വരുന്ന സംഖ്യകൾ ഡിജിറ്റ്സ് ആഡ് ചെയ്യുക, തൊട്ടടുത്തടുത്തടുത്ത് വരുന്നത്. ഇനിയും ഡിക്രീസിങ്ങിലും എഴുതാം. ഇത് ഇപ്പോൾ ഇൻക്രീസിങ്ങില്ല. 1 കഴിഞ്ഞ് 2, 1-നെക്കാട്ടി വലുത് 2, 2-നെക്കാട്ടി 3. തിരിച്ച് നമുക്ക് അല്ലാതെയും എഴുതാം. 2 വലുത്, പിന്നെ 1 0 3 2 1. ഇങ്ങനെ ഡിജിറ്റ്സ് നമുക്ക് മാറ്റിയും തിരിച്ച് വിട്ടിട്ട് എഴുതുന്ന രീതിയാണ്. അപ്പോൾ അതിന് സം കിട്ടുന്ന എന്താണെന്ന് നോക്കിയാൽ ദ ഡിജിറ്റ് സം ഈസ് 3 6 9 12 15 18 21 24. എന്താ അതിൻ്റെ പ്രത്യേകത? ഇതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ളതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് 3യുടെ മൾട്ടിപ്പിളാണ് അല്ലേ? 3 1s 3 3 2s 6. അങ്ങനെ വരുന്ന ടേബിളിൽ വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന മൾട്ടിപ്പിൾസ് ആണ്. 3യുടെ ടേബിളിൽ വരുന്നതാണ് ഇത്. അടുത്തതായി ഡിജിറ്റ് ഡിറ്റക്റ്റീവ്. ആഫ്റ്റർ റൈറ്റിംഗ് ദ നമ്പേഴ്സ് ഫ്രം 1 to 100, ദിനേഷ് വണ്ടേഡ് ഹൗ മെനി ടൈംസ് ഹീ കുഡ് ഹാവ് റിട്ടേൺ ദ ഡിജിറ്റ് 7. അതായത് 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 7 എന്ന് പറയുന്ന സംഖ്യ എവിടെയൊക്കെ പറഞ്ഞാൽ 1 മുതൽ 100 വരുമ്പോൾ 7 എന്ന് പറയുന്നതിനകത്ത് 7 എഴുതും, 17 എന്ന് പറയുന്നതിനകത്ത് എഴുതും അല്ലേ, 27 എന്ന് പറയുന്നതിനകത്ത് എഴുതും, 37-നകത്ത് 7 ഉണ്ട് അല്ലേ. അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ എത്ര 7 വരുന്നുണ്ട് 1 മുതൽ 100 വരെ എന്നുള്ളതാണ് നോക്കുന്നത്. ഏകദേശം 20 ആണ് വരുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ, ഓരോന്ന് എഴുതി നോക്കുക. പിന്നെ 1 മുതൽ 1000 വരെ ഉള്ളതിനകത്ത് എത്ര 7 ഉണ്ടെന്ന് അറിയാമോ? ഏകദേശം 300 7s ഉണ്ട്. നിങ്ങളത് നോക്കിയാൽ മതി കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നിരിക്കുന്ന നമ്പറിനകത്ത് 7 എവിടെയൊക്കെ വരുന്നു എന്ന് നമ്മൾ നോക്കുക. അപ്പം യൂണിറ്റ് പ്ലേസ് ആയാലും 10s പ്ലേസ് ആണെങ്കിലും 100 പ്ലേസ് ആണെങ്കിലും എവിടെയൊക്കെയാണോ വരുന്നത് അതിനനുസരിച്ചാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. ഇനി പ്രെട്രി പാലിൻഡ്രോമിക് പാറ്റേൺസ്. പാലിൻഡ്രോംസിനെ കുറിച്ചാണ് പറയുന്നത്. പാലിൻഡ്രോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരിക. അതായത് റിവേഴ്സ് ചെയ്താലും സെയിം നമ്പർ. ഫോർ എക്സാമ്പിൾ 1 to 1, അതായത് 121 എന്ന് പറയുന്നത് ഒരു പാലിൻഡ്രോമാണ്. കാര്യം ഈ 121ൻ്റെ ഈ യൂണിറ്റ് പ്ലേസിലുള്ള ഇങ്ങോട്ട് മാറ്റിയാലും ഇത് ഇങ്ങോട്ട് മാറ്റിയാലും അത് 121 തന്നെയാണ്. ദാറ്റ് മീൻസ് റിവേഴ്സിലാണേലും
121 ഇവിടുന്ന് ഇങ്ങോട്ട് വായിച്ചാലും 121 എന്ന് പറയും, ഇവിടുന്ന് അങ്ങോട്ട് വായിച്ചാലും 121 എന്ന് വായിക്കാൻ പറ്റും. അത്തരം സംഖ്യകളെയാണ് നമ്മൾ പാലിൻഡ്രോംസ് എന്ന് പറയുന്നത്. നോക്കിയേ, എക്സാമ്പിളുണ്ട് 121, 313, 222. ഇതെല്ലാം പാലിൻഡ്രോംസിന് എക്സാമ്പിളാണ്. അപ്പം നിങ്ങൾക്ക് പോസിബിളായിട്ടുള്ള 3 ഡിജിറ്റ് പാലിൻഡ്രോംസ് എല്ലാം എഴുതാൻ പറയുന്നുണ്ടേ. എന്ന് എനിക്ക് എഴുതാം. നമ്മൾ പറഞ്ഞതിനനുസരിച്ച് ഇതിപ്പം ഇങ്ങോട്ട് എഴുതുന്ന ഇപ്പോൾ ഇതുപോലെ എഴുതിയാൽ ഇങ്ങോട്ടും 232 എന്ന് പറയും, ഇവിടുന്നും 232 എന്ന് പറയാൻ പറ്റും. ഇതുപോലെയുള്ള പാലിൻഡ്രോംസ് നിങ്ങൾക്ക് എഴുതാമേ. റിവേഴ്സ് ആൻഡ് ആഡ് പാലിൻഡ്രോംസ്. ഇനി ചില സംഖ്യകളുണ്ടല്ലോ, അത് ആ തന്നിരിക്കുന്ന സംഖ്യ പാലിൻഡ്രോം ആയിരിക്കണം എന്നില്ല. പക്ഷേ ആ സംഖ്യ നമ്മൾ റിവേഴ്സ് ചെയ്താൽ, ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ 34 എന്ന് പറയുന്നത്, 34 എന്ന് പറയുന്ന സംഖ്യ ഒരു പാലിൻഡ്രോം അല്ല. പക്ഷേ അതിൻ്റെ ഈ 34 എന്ന് പറയുന്നതിൻ്റെ യൂണിറ്റ് പ്ലേസും 10th പ്ലേസും നമ്മൾ മാറ്റിയെന്ന് വിചാരിക്കുക. അപ്പോൾ അത് 43 എന്നായി അല്ലേ. റിവേഴ്സ് ചെയ്തു. അങ്ങനെ തന്നിരിക്കുന്ന സംഖ്യയെ തിരിച്ചിട്ടു, അപ്പുറത്ത് കിടക്കുന്ന ഇപ്പുറത്തും, അതായത് യൂണിറ്റ് പ്ലേസിൻ്റെ സ്ഥലത്ത് കിടക്കുന്നത് ടെൻസിൻ്റെ പ്ലേസിലും ടെൻസിൻ്റെ പ്ലേസിൽ കിടക്കുന്ന യൂണിറ്റ് പ്ലേസിലേക്ക് മാറ്റി എഴുതി. അങ്ങനെ ചെയ്ത് റിവേഴ്സ് ചെയ്ത് ആഡ് ചെയ്താൽ അതൊരു പാലിൻഡ്രോമാണ്. കണ്ടോ, 77. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാലും 77 എന്ന് പറയാം. അതുപോലെ 29 എന്ന് പറയുന്നത് അതിനെ 92, 9 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇടുമ്പോഴും പാലിൻഡ്രോം ആവും. ഇനി ചില സമയത്ത് ഒരു പ്രാവശ്യം അത് റിവേഴ്സ് ചെയ്താലും പാലിൻഡ്രോം ആകത്തില്ല. അങ്ങനെയുള്ളതിന് നമ്മൾ രണ്ടാമത് റിവേഴ്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് പാലിൻഡ്രോം ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഞാനീ പറഞ്ഞല്ലോ തന്നിരിക്കുന്ന സംഖ്യ റിവേഴ്സ് ചെയ്താൽ നമുക്ക് പാലിൻഡ്രോം ആയി കിട്ടും. അത് എല്ലായ്പ്പോഴും നോർമലി അങ്ങനെ സംഭവിക്കാം. പക്ഷേ എല്ലാ സമയത്തും 1-2 സ്റ്റെപ്പുകൾ കൊണ്ട് നമുക്ക് ഇതുപോലെ പാലിൻഡ്രോംസ് കിട്ടാൻ സാധ്യതയില്ല. ചിലപ്പോൾ ഒരുപാട് പ്രാവശ്യം റിവേഴ്സ് ചെയ്ത് ആഡ് ചെയ്ത് പോയെങ്കിലേ നമുക്ക് കിട്ടും. അതാ പറഞ്ഞത്. അതായത് ഇപ്പം 52 എന്ന് പറയുന്ന സംഖ്യ, ഇതിനെ നമ്മൾ തിരിച്ചിട്ട് 25 എന്നാക്കി. സോ നമുക്കിതിന് പാലിൻഡ്രോം ആണെങ്കിൽ 77. ചില സമയത്ത് നമുക്ക് അങ്ങനെ കിട്ടാതെ വരുമ്പോൾ ഇവിടെയാണെങ്കിൽ 1-2 സ്റ്റെപ്പിനുള്ളിൽ നമുക്ക് പാലിൻഡ്രോംസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ചിലത് അങ്ങനെയും പറ്റത്തില്ല. ഇവിടെ നോക്കിയോ, 48ഉം 84ഉം. 48 എന്ന് പറയുന്ന സംഖ്യ തിരിച്ചിട്ടപ്പോൾ 84 കിട്ടി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോഴാണ് 132 എന്ന സംഖ്യ കിട്ടിയത്. അതായത് 132. ഈ 132 എന്ന് പറയുന്നത് ഒരു പാലിൻഡ്രോം അല്ല. തിരിച്ചു വായിച്ചാൽ അത് 231 എന്ന് പറയും അല്ലേ. 132 എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ 132നെ റിവേഴ്സ് ചെയ്ത്, അതായത് ഈ 2 ഇവിടേക്ക് എഴുതി 2, 3, 1 ഇങ്ങനെ ആഡ് ചെയ്തു. അങ്ങനെ ഇപ്പം 363. അതൊരു പാലിൻഡ്രോം. തിരിച്ചിട്ടാലും നേരെ റിവേഴ്സ് ചെയ്താലും അല്ലാതെയും നമുക്ക് 363 എന്ന് വായിക്കാൻ പറ്റും. അപ്പോൾ എല്ലായ്പ്പോഴും അങ്ങനെ വരണം എന്നില്ല. 1-2 സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ചില സമയത്ത് കുറേ സ്റ്റെപ്പുകൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ പാലിൻഡ്രോംസ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. While reversing and adding numbers repeatedly starting with a 2-digit number always give a palindrome. Explore and find out. അതാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴും ഇങ്ങനെ 2 ഡിജിറ്റ് നമ്പർ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാം പാലിൻഡ്രോംസ് ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷേ ചിലപ്പം സ്റ്റെപ്സ് കൂടുതൽ ചെയ്യേണ്ടി വരും. ഇനി ഒരു പസിൽ ടൈം ഉണ്ട്. ഐ എം എ 5-digit പാലിൻഡ്രോം. ഞാനൊരു 5-digit പാലിൻഡ്രോമാണ്. ആൻഡ് ഐ ആം ആൻ ഓഡ് നമ്പർ. ഞാനൊരു ഓഡ് നമ്പറാണ്. ആൻഡ് മൈ ഡിജിറ്റ്, അതായത് 10th ഡിജിറ്റ് ഈസ് ഡബിൾ ഓഫ് മൈ യൂണിറ്റ് ഡിജിറ്റ്. അതായത് വൺസിൻ്റെ പ്ലേസിനെക്കാട്ടിൽ ഡബിളാണ് ടെൻസിൻ്റെ പ്ലേസ്. 100ൻ്റെ പ്ലേസ് എന്ന് പറയുന്നത്, അതായത് ഡിജിറ്റ് എന്ന് പറയുന്നത് 100 പ്ലേസിലുള്ള ഡിജിറ്റ് എന്ന് പറയുന്നത് 10th ഡിജിറ്റിൻ്റെ ഇരട്ടയാണ്. തൽക്കാലം ഞാൻ ഇത് 1 എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്കറിയാം പാലിൻഡ്രോം ആണ്. അപ്പോൾ തിരിച്ച് വായിച്ചാലും മറിച്ച് വായിച്ചാലും ഒരുപോലെ വരണം. അതുകൊണ്ട് നമ്മൾ ഇതിനും 1 എന്ന് തന്നെ കൊടുക്കണം. ഇതിൻ്റെ ഇരട്ടിയാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. 2, 1ൻ്റെ ഇരട്ടി 2 ആണല്ലോ. ആ 2 ഞാൻ ഇവിടെയും കൊടുത്തു. ഇനി ഇതിൻ്റെ ഇരട്ടിയായിരിക്കും
100ൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡബിളാണെന്ന് പറയാം. അപ്പോൾ 2ൻ്റെ ഇരട്ടി എത്ര? 4. നോക്കിയേ, ഇത് അങ്ങോട്ട് വായിച്ചാലും ഇങ്ങോട്ട് വായിച്ചാലും ഒരുപോലെയാണ് കിട്ടുന്നത്. റൈറ്റ് ദ നമ്പർ ഇൻ ദ വേർഡ്സ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയായി നമുക്ക് കിട്ടിയത്? 1 1 2 2 4 അല്ലേ? എത്ര? 1s 10s 100 1000 10,000. അപ്പോൾ എത്രയാണ്? 12,421 അല്ലേ? 12,400 121 തിരിച്ചു വന്നാലും അങ്ങനെ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വായിച്ചാലും അങ്ങനെ 12,421 എന്ന് വായിക്കാൻ പറ്റും. നമുക്കിതിൻ്റെ ബാക്കി ഭാഗമായിട്ടേ നാളെ കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.